ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാഹ് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ മദ്രസയൊക്കെ തുറന്ന് കുട്ടികൾക്ക് ബുക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ചൊട്ടടലും ആ തിരക്കൊക്കെയാണ്. പിന്നെ ബുക്ക് കിട്ടിയതിൻ്റെ ആ കുറച്ച് ദിവസമുള്ളൊരു പ്രഹസനമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫയ്യക്കുട്ടിയുടെ പഠിപ്പും വായനയൊക്കെ കേട്ടോ. എന്താണെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ 2ാം ക്ലാസ്സിലാണ് ഇപ്രാവശ്യം. പിന്നെ ബുക്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുക്ക് നല്ല രസമുണ്ട് കാണാൻ, നല്ല ചിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് വേപ്പിലൊക്കെ നമ്മളടുത്ത വീട്ടിൽ നിന്ന് അവർ വേപ്പിലയുടെ കൊമ്പ് വെട്ടിയപ്പോൾ തന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒറ്റാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ കാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശരിയാക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു മാങ്ങ, വളൂറില്ലേ, ഇവിടെ വളൂർ എന്നൊക്കെ പറയും, ആ വളൂർ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത് ഇങ്ങനെ നിൽക്കണതായിരുന്നു. അപ്പോൾ ആ ഒരു മാങ്ങ എല്ലാവരും കൂടെ ഒപ്പം മുറിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ ഇതേ ഫയ്യക്കുട്ടിയും പാതൊക്കെ വേപ്പില ശരിയാക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടേ. ഇത് മൈലാഞ്ചി അല്ല, അതോ കാട്ടിയ വേണ്ട, നീ ചെയ്യണ്ട, അങ്ങനെ അല്ല എടുക്കുക. അത് മൈലാഞ്ചി അല്ല, വേപ്പലാണ്. വേപ്പലാണ്, അത് വേപ്പലാണ്. അല്ലോ ഇങ്ങനെ ഇടല്ലേ പാതു, അതേലൊക്കെ അതെ വേപ്പല മണം കണ്ട അറിഞ്ഞൂടെ. പിന്നെ ഇത്ര അധികം വേപ്പില ഒരുമിച്ച് ചെയ്യണ കണ്ടിട്ടില്ല. അതാന്ന് തോന്നുന്നുണ്ട് മൈലാഞ്ചിയാന്ന് പറഞ്ഞിട്ട് എത്ര വേപ്പിലയെന്ന് പറഞ്ഞിട്ടും കേൾക്കണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ അവരൊപ്പം വരും കേട്ടോ. ഞാൻ അവിടുന്ന് പുറത്ത് വന്നാൽ അവർ പിന്നെ എൻ്റെ പിന്നാലെ പുറത്ത് വരും. അതാണ് അവരെ കാര്യങ്ങൾ. പിന്നെ അതേ കണ്ടില്ലേ, ബുക്കൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളാണ്. കുട്ടികൾക്ക് എന്താ പറയുക, കാണുമ്പോൾ നല്ല ഇഷ്ടമാവുകയും ചെയ്യുമല്ലോ. എല്ലാ ബുക്കുകളും മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ പറയുക, ഇതേ പാതുവിൻ്റെ ബുക്കൊക്കെ അവൻ തന്നെ ചൊട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഫയ്യാടത് ഇനി ഞാൻ ചെയ്തു കൊടുക്കണം. അങ്ങനെ 2 ദിവസമായിട്ട് ക്ലോക്കിലൊക്കെ ബാറ്ററി തീർന്നിട്ട്, അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടതായിരുന്നു. അപ്പോൾ അതുണ്ട് അവിടെ. ഞാൻ നേരെയാണോ വെക്കണമെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ആന്നൊക്കെ പറയും. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ ചെരിഞ്ഞ് ഒരു ഭാഗത്തേക്കായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് സൈഡ് പുറത്തേക്ക് ആക്കിയിട്ടാണ് ഇല്ലേ, ഇത് സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് വേണം സ്റ്റാപ്ലർ ഒട്ടിക്കാൻ. അല്ലെങ്കിൽ അതിന് സാരമില്ല. ഇനി അടുത്ത പ്രാവശ്യം ബുക്ക് ചൊട്ടിടുമ്പോൾ ഇത് എത്ര ദിവസം ഉണ്ടാവും ഈ ചൊട്ട? പാതുവിനോട് ചോദിച്ച് എങ്ങനെ നീ ചൊട്ടിടണ നിനക്ക് വേറെ സ്റ്റിക്കറാ? അത് അവിടെ ഉണ്ടായിരുന്ന ആ അൽമാരയുടെ മുകളിലുണ്ട്. മുകളിൽ അത് ഞാൻ ഇട്ടുതരാം, നീ അവിടെ വെച്ചോ. ഇതിൻ്റെ ഒരു ബാക്കി ഉണ്ടായിരുന്നതോ, ഇതിൻ്റെ ബാക്കി ഇട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ കവറാകുന്നല്ലേ? അങ്ങനെ ബുക്ക് ചൊട്ടടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതേ മാങ്ങ മുറിക്കണ ആ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു മാങ്ങയ്ക്ക് വേണ്ടി എല്ലാവരും കൊതിയോട് കൂടിയിട്ടാണ് കേട്ടോ കാത്തിരിക്കുന്നത്. എമിലൊക്കെ നല്ല അടക്കമൊതുക്കത്തോട് കൂടിയിട്ടിരിക്കണത് ഞാൻ ആദ്യമായിട്ട് കാണാൻ. മാങ്ങ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പഴുത്ത മാങ്ങ ആകുമ്പോൾ പിന്നെ പറയണ്ട. അങ്ങനെ അതേ എല്ലാവരും മാങ്ങക്കൊന്ന് മുറിച്ച് കഴിച്ചു. അപ്പോൾ ഇവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മുറിക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അതൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.